ചാണ്ടി പറഞ്ഞു ശരിയാ. ഗോപിയോട്ട് നാട് മാറിയിരിക്കുന്നു. പക്ഷേ കണക്ക് തീർക്കണോ പട്ടി? അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരുമല്ലോ. നീ ഒരു പക്ഷെ മറക്കുമായിരിക്കും. അത്രയ്ക്ക് നീചനാണ്. ആണാണെങ്കിൽ ഈ കണക്ക് തീർക്കാൻ വേണ്ടിയെങ്കിലും നീ മരണം. ഒരിക്കൽ കൂടി നാം തമ്മിൽ കാണേണ്ടി വരും. അടുത്ത നവംബർ 27 അന്ന് ഗുരുവിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രം നീ പറയരുത്. അടുത്ത നവംബർ 27 ഗുരുദക്ഷിണ പ്ലാന്റേഷൻസ്. ചാണ്ടി പറഞ്ഞു ശരിയാ. ഒരിക്കൽ കൂടി ഗോപിയോട്ട് നാട് തമ്മിൽ കാണേണ്ടി വരും. അടുത്ത കണക്ക് തീർക്കണം. ഗുരുവിയുടെ മുമ്പിൽ വെച്ച് നവംബർ 27 എന്നെ പരിചയമില്ലെന്ന് മാത്രം നവംബർ ഇനിയും കാണേണ്ടി വരുമല്ലോ. ഇനിയും കാണേണ്ടി വരും. കണക്കുമായിരിക്കും. ഇനി ഒരു പക്ഷെ മറക്കുമായിരിക്കും. അടുത്ത നവംബർ 27 ഇനിയും കാണേണ്ടി വരും. അന്ന് ഗുരുവിയുടെ മുമ്പിൽ വെച്ച് എന്നെ പരിചയമില്ലെന്ന് മാത്രമേ ആണായിട്ട് തന്നെ ഞാൻ വന്നിട്ടുണ്ട്. ഒരുത്തരുമില്ല. ആ മൂപ്പിലാനെയും കാണുന്നില്ലല്ലോ. ഓരോജി ഗുരുജിയും കുറെ ശിഷ്യന്മാരും ഒളിച്ചിരിക്കായിരിക്കും എന്നെ പേടിച്ച്. നീ ഒന്നു നീ അഭിമാനിയ നീ ആണാടാ. ചാല് നീ കൊച്ചായി പോയല്ലടാ. ചാർലി എന്നത് എന്റെ അനിയന. നിന്റെ അനിയനാണല്ലേ? അപ്പൊ നിന്നെപ്പോലെ വേറൊരു തണ്ടി. അനാവശ്യം പറയരുത്. ഞാൻ നിന്നെ മുമ്പ് തെളിയിട്ടില്ല. ഇല്ലേ? നീ മറന്നുപോയടാ. ഒരു ജോലിക്ക് വേണ്ടി എന്റെ മുമ്പ് കെഞ്ഞിട്ടില്ലടാ. എന്റെ ഹോട്ടലിലെ സപ്ലൈ ആയിരുന്നില്ലടാ നീ. ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാനതല്ല. ആയിരുന്നല്ലോ. എന്റെ എച്ചിൽ നിന്നിട്ടല്ലടാ നീ എന്റെ ഒപ്പത്തിനൊപ്പം ഇപ്പൊ സംസാരിക്കുന്നത്. സൂക്ഷിച്ച് സംസാരിക്കണം പോകും. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ മൂക്കി കയറ്റുവാടാ പാട്ടി.
തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. എന്റെ ഭാര്യ നഷ്ടപ്പെട്ട ശേഷം എനിക്ക് കിട്ടിയ 3 മക്കളാണ് നിങ്ങളെന്ന് ഞാൻ ആശിച്ചു. ചാർലി, ഉണ്ണി, ബോബു. ഒരു കൊല്ലം കഴിഞ്ഞ് ഇന്ന് കാണുമ്പോൾ നിങ്ങൾ 3 പേരും നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഉണ്ണിയും ബോബുവും കെട്ടിപ്പിടിച്ചു. പക്ഷെ നിങ്ങളാണായിരുന്നു. ആ പോട്ടെ, സാരമില്ല, നിങ്ങൾ കുട്ടികളല്ലേ. ഇതാരോ ഉണ്ണി? എന്റെ അനീന. ഓ, എന്താ മോന്റെ പേര്? ഇവൻ ഊമയാ കുട്ടിജി. ഓഹോ, മോനെ. നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ. ആരുടെയും കാശ് കൊണ്ടല്ല ഞാൻ കുടിച്ചത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത 10,000 രൂപ. എന്നാ പലിശ എല്ലാം വേണോ? അതൊന്നും തരാം. ആ, പലിശ. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെ നേടി, എന്തൊക്കെ സംഭവിച്ചു എന്നോട് പറയാൻ നേരിട്ടുണ്ടല്ലോ. സുന്ദരിയായ ഭാര്യ, ധാരാളം സ്വത്തുക്കൾ, കാറ്, ബംഗ്ലാവ് എല്ലാം ഞാൻ നേടി. ചാർലി അവനെന്റെ ഹോട്ടലിൽ ശമ്പളക്കാരനായിരുന്നു. ഇവനവിടുത്തെ വെയിറ്ററായിരുന്നു. ഉണ്ണി വലിയ അഭിമാനിയ പൊയ്ക്കളഞ്ഞു എന്നെ തോൽപ്പിക്കാൻ. എല്ലാവരും പോയി. ഹോട്ടലൊക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല, വന്നു. ഹോട്ടല് വന്നു, ഹോട്ടല് പൂട്ടി. തൊഴിലാളി മുതലാളി സമരം. ഇപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളു. പോത്തില്ല, ലവരെയും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളു. ചാർലിയോടെ എനിക്കറിയില്ല. അവൻ വരില്ല. വന്നാലേ എന്നെ കാണേണ്ടി വരും. കണക്ക് തീർക്കണം ഞങ്ങൾക്ക്. അവന്റെ കഥ ഞാൻ കേട്ടു. എനിക്ക് എന്താ പറയാനുള്ളത്? മടക്കിത്തരാൻ കാശില്ലെന്ന് പറയാനാ ഞാൻ വന്നത്. അവൻ പറഞ്ഞത് ശരിയാ. അവന്റെ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവൻ വളരെ മാറിപ്പോയി ഗുരുജി. ക്രൂരമായിട്ട് എന്നോട് പെരുമാറി. ചാർലിക്ക് എല്ലാം അറിയാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്തെ അലഞ്ഞു. ഗുരുജി എന്ന രൂപ കയ്യിലുണ്ടായിരുന്നിട്ട് കൂടി പല ദിവസങ്ങളിൽ ഞാൻ പട്ടിണി കിടന്നു. നിവൃത്തിയില്ലാതായപ്പോ നാട്ടിലേക്ക് മടങ്ങി. ആ കാശുകൊണ്ട് പെങ്ങളുടെ കല്യാണമെങ്കിലും നടത്തണമെന്ന് കരുതിയാണ് ഞാൻ പോയത്. പക്ഷേ അവൾ പോയി ഗുരുജി. അവൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ കുറ്റം പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അവൾ പോയതോടെ അച്ഛൻ തളർന്നുപോയി. ഒടുവിൽ അച്ഛന്റെ ചികിത്സയും ശവദാഹവും കഴിഞ്ഞപ്പോഴേക്കും ഗുരുജി എന്ന കാശ് മുഴുവൻ തീർന്നുപോയി. അവശേഷിച്ചത് ഊമയായ ഇവനും. ഗുരുജി, എനിക്കൊരു വർഷം കൂടെ സമയം തരണം. എങ്ങനെയെങ്കിലും ആ പണം ഞാൻ തിരിച്ചു തരാം. അന്ന് ഇവനൊരു കഥയും പറയാം. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നേടാൻ കഴിയാതെ പോയ വിജയത്തിന്റെ കഥ. ഞാൻ നിന്നോട് രൂപ ചോദിച്ചില്ലല്ലോ. ശീലമാക്കിയിട്ട് അവിടെ ഇരിക്കെ ആർക്കുമുണ്ടായ കുറെ ആദർശങ്ങളുണ്ട് നിന്റെ കയ്യിൽ. ഇപ്പോഴെങ്കിലും നിനക്ക് ഒരു ആത്മധൈര്യം വന്നല്ലോ. ജീവിതത്തിൽ പ്രാക്ടിക്കലായിരിക്കുന്നതാണ് ബുദ്ധി. ഗുരുജി, ഗുരുജി is always right, Gobu.